ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. 2024 ആഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് A. അക്ബർ. 2024 ഗതാഗത കമ്മീഷണറായി നിയമിതനായത് A. അക്ബർ. കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ അഭിലാഷ്. UPI വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധിയാണ് 5 ലക്ഷം രൂപ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2024 അലാസ്കായലിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി. മെൻഡൻഹാൾ 2024 അലാസ്കായലിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി മെൻഡൻഹാൾ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യയാണ്. വെങ്കല മെഡൽ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി മത്സരത്തിലാണ് വെങ്കല മെഡൽ നേടിയത് ഇന്ത്യയാണ്. നമ്മൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം. ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളും ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം എന്നിവ ലഭിച്ച രാജ്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ട് മെഡൽ നിലവാരങ്ങളും എല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണണം. 2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. 89.45 മീറ്ററാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും ലങ്ക പ്രീമിയർ ലീഗിലെയും അഴിമതി വിരുദ്ധ കോഡിൻ്റെ കണക്കുകൾ ലംഘിച്ചതിനെ തുടർന്ന് ICC കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ പ്രവീൺ ജയവിക്രമ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് ധീരജ് സിംഗ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതയായത് ധീരജ് സിംഗ്. തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനം ആക്കുന്നതിന് റഫ്യൂസ് ഡെറിവേറ്റ് ഫ്യൂവൽ പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് റഫ്യൂസ് ഡെറിവേറ്റ് ഫ്യൂവൽ പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രമായ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. അടുത്തിടെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി വൈവാക്സ് മലമ്പനി. സാമൂഹിക മാധ്യമമായ എക്സിന് 10 ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം വെനസ്വേല. സാമൂഹിക മാധ്യമമായ എക്സിന് 10 ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം വെനസ്വേല. 2024 ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ വോപ്പാസ് എയർലൈൻ വിമാനാപകടം നടന്നത് സാവോ പോളോ, ബ്രസീൽ. 2024 ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ വോപ്പാസ് എയർലൈൻ വിമാനാപകടം നടന്നത് സാവോ പോളോ, ബ്രസീൽ. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് PR ശ്രീജേഷ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് PR ശ്രീജേഷ്, മനു ഭാക്കർ. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് PR ശ്രീജേഷ്, മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് അമൻ സെഹ്റാവത്ത്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് അമൻ സെഹ്റാവത്ത്. പാരീസ് ഒളിമ്പിക്സിൽ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന്
പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം അന്തിം പങ്കൽ. അന്തിം പങ്കൽ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ അവരുടെ അക്രഡിറ്റേഷൻ കാർഡ് സഹോദരിക്ക് നൽകിയിട്ട് സഞ്ചരിച്ചിരുന്ന ക്യാബിൻ്റെ എമൗണ്ട് കൊടുക്കാതെ എന്തോ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് അന്തിം പങ്കലിനെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയച്ചത്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയിട്ട് അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് പാരീസിൽ നിന്നും ഇന്ത്യയുടെ ഗുസ്തി താരത്തിന് തിരിച്ചയക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ താരമാണ് അന്തിം പങ്കൽ. പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് സ്പെയിൻ. പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത് സ്പെയിനാണ്. കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി വൈവാക്സ് മലമ്പനി. 2024 ഓഗസ്റ്റ് ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് TV സോമനാഥൻ. 2024 ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് TV സോമനാഥൻ. 2024 ഓഗസ്റ്റിൽ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ ലഭിച്ച രാഷ്ട്രപതി. 2024 ഓഗസ്റ്റിൽ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ ലഭിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് അനന്ത് ദർശൻ ശങ്കർ. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് അനന്ത് ദർശൻ ശങ്കർ. സംയുക്ത വ്യോമാഭ്യാസമായ ഉദരശക്തി 2024 വേദി കുവാന്തൻ. മലേഷ്യയിലാണ് കുവാന്തൻ. നേപ്പാളിലെ മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെച്ച ഇന്ത്യൻ സ്ഥാപനം NSIL ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. നേപ്പാളിൻ്റെ മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെച്ച ഇന്ത്യൻ സ്ഥാപനം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2024 ഓഗസ്റ്റ് ഗേറ്റ് തകർന്ന ഡാമാണ് തുംഗഭദ്ര ഡാം. 2024 ഓഗസ്റ്റ് ഗേറ്റ് തകർന്ന ഡാം തുംഗഭദ്ര ഡാം. സെബിയുടെ ചെയർപേഴ്സൺ മാധബി പുരിബുച്ച്. ഇന്ത്യ UPI സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യം മാലിദ്വീപ്. ഇന്ത്യ UPI സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യം മാലിദ്വീപ്. 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് കേരളം. 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് കേരളം. 2024 പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയത് അമേരിക്ക. സംയുക്ത സൈനിക അഭ്യാസം മിത്രശക്തി 2024 വേദി ശ്രീലങ്ക. വിശാലഗഡിനടുത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം സൈറോപീജിയ ശിവരായന. വിശാലഗഡിനടുത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം സൈറോപീജിയ ശിവരായന. ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ഈ ഉപസ്ഥിതി പോർട്ടൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, കരാർ തൊഴിലാളികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പ്രതിദിന ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആരംഭിച്ച ഒരു പോർട്ടലാണ് ഉപസ്ഥിതി പോർട്ടൽ എന്ന് പറയുന്നത്. ഹാജർ പോർട്ടലാണ് ശരിക്കും ഇത്. അതായത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് ഹാജർ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഉപസ്ഥിതി പോർട്ടൽ എന്ന് പറയുന്നത്. ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറനാണ് ഉപസ്ഥിതി പോർട്ടൽ ആരംഭിച്ചത്. 2024 ഓഗസ്റ്റ് 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ₹1. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ₹1. 2024 കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് ബരാമുള്ള. 2024 കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് ബരാമുള്ള. ഈ ബരാമുള്ള കാശ്മീരിലാണ്. കാശ്മീരിലെ റൂഫ് എന്ന് പറഞ്ഞ നൃത്തരൂപമാണ് കഷൂർ റിവാജ് കൾച്ചറൽ
ഫെസ്റ്റിവലിൽ കാശ്മീരിലെ സ്ത്രീകൾ അവതരിപ്പിച്ചത് റൂഫ് എന്ന് പറഞ്ഞ അവരുടെ നാടോടി നൃത്തം, പരമ്പരാഗതമായ നാടോടി നൃത്തമായ റൂഫാണ് അവതരിപ്പിച്ചത്. കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് കാശ്മീരിലെ ബരാമുള്ള എന്ന സ്ഥലത്താണ്. ആസാമിലെ മനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വികസിപ്പിച്ച ആപ്പ് ഹാത്തി ആപ്പ്. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന തന്നെയാണ്. ആസാമിലെ മനുഷ്യ സംഘർഷം കുറയ്ക്കാനായി വികസിപ്പിച്ച ആപ്പ് ഹാത്തി. 2024 ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രമാണ് ലാപ്പത്ത ലേഡീസ്. 2024 ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചലച്ചിത്രം ലാപ്പത്ത ലേഡീസ്. 2024 ഓഗസ്റ്റിൽ കാട്ടുതീ രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഗ്രീസ്. 2024 ഓഗസ്റ്റിൽ കാട്ടുതീ രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഗ്രീസ്. ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴദ്വീപ് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ്. 2024 ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴദ്വീപ് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ്. 75 ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഭീംസിംഗ്. 75 ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഭീംസിംഗ്. പ്രഥമ ഗ്ലോബൽ വുമൺസ് കബഡി ലീഗിന് വേദിയാകുന്നത് ഹരിയാന. ആർദ്ര കേരളം പുരസ്കാരം 2022-2023 ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം. ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. ജില്ലാ പഞ്ചായത്ത് എറണാകുളം. മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം. കോർപ്പറേഷൻ തിരുവനന്തപുരം. കൃഷിവകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി വെളിച്ചം. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി വെളിച്ചം. ചരിത്രപ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് വർത്തിക്കാൻ. ചരിത്രപ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടത്തിയിരിക്കുന്നത് വർത്തിക്കാൻ. സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് IIT ഇൻഡോർ. സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ട്രെഗ് എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് IIT ഇൻഡോർ. വൺ ഇന്ത്യ വൺ ടിക്കറ്റ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നത് NCRTC നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. നിജുത് മൊയ്ന എംപവർമെൻറ്റ് ഓഫ് ഗേൾ ചൈൽഡ് ത്രൂ എഡ്യൂക്കേഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം ആസാം. നിജുത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ആസാം. നിജുത് മൊയ്ന സ്കീം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനുമായി 2024 ജൂണിൽ ആസാം സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിജുത് മൊയ്ന എന്നറിയപ്പെടുന്നത്. എംപവർമെൻറ്റ് ഓഫ് എ ഗേൾ ചൈൽഡ് ത്രൂ എഡ്യൂക്കേഷൻ. ഈ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവ് ഗുരുഗാസിദാസ് തമോർപ്ലങ്ക ടൈഗർ റിസർവ്. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഗൗരവ്. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്.
ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർ ചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർ ചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ്? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ് ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർ ചിത്രം ഒരുങ്ങുന്നത്. 2024 ഓഗസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. 2024 ഓഗസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബൗളിംഗ് പരിശീലകനായി നിയമിതനാകുന്നത് മോണി മോർക്കർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബൗളിംഗ് പരിശീലകനായി നിയമിതനാകുന്നത് മോണി മോർക്കർ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് പർവതനേനി ഹരീഷ്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് പർവതനേനി ഹരീഷ്. 2024 മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ രാജ് കപൂർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആശാ പരേഖ്. 2024 മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ രാജ് കപൂർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആശാ പരേഖ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08 വിക്ഷേപിച്ച തീയതിയാണ് 2024 ഓഗസ്റ്റ് 16. വിക്ഷേപിച്ച വാഹനം SSLV-D3. വിക്ഷേപിച്ച വാഹനം SSLV-D3യിൽ വിക്ഷേപിച്ച തീയതി 2024 ഓഗസ്റ്റ് 16. ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി പിൻവലിച്ച ജേഴ്സി നമ്പർ 16. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. 9497231781.